ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഒരുപാട് കരുണ കൊന്തെത്തിക്കുന്നവരാ. സാധാരണ ദിവസങ്ങളിൽ ഒരുപക്ഷെ 3 മണിക്കൊക്കെ നമ്മൾ കൊന്തെത്തിക്കും. നോമ്പ് കാലത്തൊക്കെ മുടങ്ങാതെ ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ കരുണയുടെ ഈ കൊന്ത ഈ ലോകം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തിയ വിശുദ്ധയായ മരിയ ഫൗസ്റ്റീനയുടെ തിരുനാൾ ദിവസമാണ്. ദൈവത്തിൻ്റെ വലിയ കരുണയും കരുണക്കൊന്തയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തിയ ഈ പുണ്യവതി കാരുണ്യത്തിൻ്റെ അപ്പസ്തോല എന്ന് വിശേഷിപ്പിക്കുക. ലോകം മുഴുവൻ നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ ഫോട്ടോ കാണുന്നുണ്ട്, കരുണയുടെ ഈശോയുടെ ഫോട്ടോ കാണുന്നുണ്ട്. അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഇങ്ങനെ പ്രകാശരശ്മികൾ ഹൃദയത്തിന് താഴെ പോകുമ്പോൾ ഇങ്ങനെ അതിനെ വിവരിക്കും. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുറിവുകളിൽ നിന്ന് തിരുരക്തത്തിൻ്റെ അഭിഷേകം ഒഴുകുന്ന വെള്ളയും ചുവപ്പും നിറങ്ങളാണ് താഴത്തേക്ക് ഒഴുകുക പ്രകാശരശ്മികളായിട്ട്. അതിങ്ങനെ പറയുക, ഈശോയുടെ ഹൃദയത്തിനൊരുങ്ങുന്ന ഒഴുകുന്ന തിരുരക്തത്തിൻ്റെ അഭിഷേകമായി തിരുവിലാവിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കായി ഈ ഈശോയുടെ ഈ കരുണയുടെ രൂപം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയിൽ ഞാൻ ശരണപ്പെടുന്നു എന്നാണ് അതിൻ്റെ താഴെ നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ കരുണയുടെ കൊന്തയെത്തിക്കുമ്പോൾ, കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വലിയ കരുണയുടെ ഉപകരണമായി വിശുദ്ധ ഫൗസ്റ്റീന നിൽക്കുമ്പോൾ ഈ തിരുനാൾ നമ്മുടെ ഓർമ്മപ്പെടുത്തുകയാണ്. കരുണ കൊന്ത ചൊല്ലുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ കാരുണ്യം ഒഴുകാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ കാരുണ്യത്തിൻ്റെ കൃപ ജപമാലയിലൂടെ ഒഴുക്കി കൊടുക്കാൻ ഈ ദിവസം നമ്മളെ വിശുദ്ധ ഓർമ്മപ്പെടുത്തുന്നു. ദൈവസമൃദ്ധമായി കരുണ കൊന്തയിലൂടെ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.